ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് എറണാകുളത്തേക്കാണ്. എറണാകുളത്ത് ഡർബ ഹാളിൽ ഒരു ഫാൻറ്റസി വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടോ. ഇതിൻ്റെ പുറം വശം തന്നെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് 200 രൂപയായി. പിന്നെ 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും ടിക്കറ്റ് എടുക്കണ്ട കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നിവാബേബിക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല കേട്ടോ. ഇത് നോക്കി, ഇതിൻ്റെ വശങ്ങളൊക്കെ കാണാനായിട്ട് എന്ത് രസമാണല്ലോ. അപ്പോൾ പിന്നെ ആ ചേട്ടൻ ഒരുപാട് നേരം നിവാബേബിനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ ആ ചേട്ടനെ കണ്ടിട്ട് എന്തോ പോലെ ഇങ്ങനെയൊക്കെ നമുക്ക് തന്ന ആ ടിക്കറ്റിൻ്റെ പകുതി അങ്ങോട്ട് കളഞ്ഞു പോയപ്പോഴേക്കും അവൻ അത് നോക്കി നിൽക്കാൻ കേട്ടോ. എന്ത് രസമാണ് ഇതിൻ്റെ പുറമശമൊക്കെ കാണുന്നത്. ഫെറി ലാൻഡ് എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ചേട്ടൻ കുറച്ചു നേരം കുഞ്ഞിനെ കളിപ്പിച്ച ശേഷം നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറാണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം കയറാനായിട്ട് കേട്ടോ. അപ്പോൾ നിവാൻ ബേബിക്ക് ഭയങ്കര ഇഷ്ടത്തോടുകൂടി നമ്മളിവിടെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ നോക്കി എന്ത് വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണല്ലേ. അപ്പോൾ ഇതെല്ലാം ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നിവാൻ ബേബി ഞാൻ ഫസ്റ്റ് തന്നെ അവിടെ കൊണ്ട് നിർത്തിയും കേട്ടോ. കാരണം അവനെ ഈ കിളീനെയൊക്കെ തോളത്ത് വയ്ക്കണം, ഇതൊക്കെ കണ്ടിട്ട് അതിനാണ് നമ്മൾ കൂടുതൽ ഇവിടെ വന്നതും കേട്ടോ. അപ്പോൾ നോക്കി ഒരുപാട് പക്ഷികളുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ കോഴികളുണ്ട്. നമ്മുടെ സാധാ ഇനത്തിലെ കോഴിയാണെന്ന് അറിയില്ല, ഒരുപാട് കോഴികളുണ്ട്. പിന്നെ ബേർഡ്സ് ഉണ്ട്. പിന്നെ ഈ മരങ്ങളെല്ലാം ശരിക്കും ഒറിജിനൽ പോലെ ഇരിക്കില്ല, പക്ഷെ ഇതൊന്നും ഒറിജിനൽ അല്ല, എല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നോക്കി കിളികളൊക്കെ ഇരിക്കും, എന്ത് രസമാണല്ലേ കാണാനായിട്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നോക്കി, ഇത് ഇഗ്വാനകളാണ് കേട്ടോ എല്ലാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇതെല്ലാം പ്ലാസ്റ്റിക് ആണെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിയിരുന്നു കേട്ടോ. പിന്നെ അതുങ്ങളുടെ അടുത്ത് സൂക്ഷിച്ച് നിന്നപ്പോഴാണ് ഇതിന് ജീവനുണ്ടെന്ന് മനസ്സിലായിട്ട്. എല്ലാം ഇഗ്വാനകളാണ്. എന്ത് രസമായിട്ടിരിക്കും, എല്ലാം ഉറങ്ങാൻ തോന്നുന്നു. ഇടയ്ക്കൊക്കെ ഒന്ന് അനങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിനെയൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ട് കാണുന്നതായിട്ട്. ഇരിക്കുമ്പോഴൊന്നും ഞാൻ ഇതിനെ കണ്ടിട്ടില്ല കേട്ടോ. നിവാൻ ബേബിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും അവന് ടി വിയിൽ കാണുന്ന പോലെ അല്ലല്ലോ, അവൻ നേരിട്ടുണ്ടപ്പോഴേക്കും അവന് ചെറിയൊരു പേടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിവാൻ ബേബി ആണെങ്കിലും താഴെ ഇറങ്ങുന്നില്ല കേട്ടോ, കാരണം അവനും ചെറുതായിട്ട് പേടിക്കുന്നുണ്ട്. പിന്നെ നോക്കി ഈ മരങ്ങളൊക്കെ നോക്കി ശരിക്കും ഒറിജിനൽ പോലെയില്ലേ, പക്ഷെ ഇത് ഒറിജിനൽ അല്ല കേട്ടോ, എല്ലാം ആർട്ടിഫിഷ്യലാണ്. പിന്നെ നോക്കി ഈ ഒരു എന്താ പറയുക, ഈ ഒരു മരം കൊണ്ട് എന്ത് രസമാണല്ലോ കാണാനായിട്ട്. ഇതൊരു ബ്രിഡ്ജ് പോലെ അങ്ങോട്ട് നമുക്ക് അപ്പുറത്തോട്ട് കടക്കാനായിട്ട്. പിന്നെ നോക്കി ആമകളുണ്ട്, 2 ആമയെ ആകുള്ളൂ കേട്ടോ. പക്ഷെ അതുങ്ങൾ അനങ്ങുന്നു പോലും, ജീവനുണ്ട്. പക്ഷെ അതുങ്ങൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഉറങ്ങുകയാണെന്ന് എനിക്ക് തോന്നണേ കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് നിവാബിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഈ മീനാണ് കേട്ടോ. അവൻ ടി വിയിൽ ഈ മീനെ കണ്ടിട്ട് ഭയങ്കര ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ഈ മീനിനെ കയ്യിലെടുക്കണം എന്ന് പറഞ്ഞാൽ. പക്ഷെ നമുക്ക് ആ മീനിനെ തൊടാനോ വെള്ളത്തിൽ തൊടാനോ ഒന്നും പാടില്ല, കാരണം അവരിങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ മീനുകളെ ഒന്നും നമുക്ക് തൊടാൻ പറ്റില്ല കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് കണ്ട് ഇതൊരു കോഴിയാണ് കേട്ടോ. ഇത് ഏത് ഇനമാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് പക്ഷികൾ, വെറൈറ്റി ആയിട്ടുള്ള പക്ഷികളും സംഭവങ്ങളൊക്കെ, പിന്നെ ഇഗ്വാനകളാണ് കേട്ടോ. എനിക്ക് ശരിക്കും ഇതുങ്ങളെ കണ്ടിട്ട് മതിയാവുന്നില്ല ഗൈസ്. ഭയങ്കര എനിക്ക് ശരിക്കും എന്തോ ഒരു ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ഈ ഒരു ഇഗ്വാനോട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെ ഈ ഒരു മത്സ്യത്തിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. ഇവിടെ വന്നപ്പോഴേക്കും എന്താണ് വെറൈറ്റി കളറാണ് കേട്ടോ. എല്ലാം എന്ത് ഭംഗിയാണല്ലോ കാണാനായിട്ട്. യെല്ലോ, വൈറ്റ്, ഓറഞ്ച് എല്ലാം ഒരുപാട് ഇഷ്ടമായിട്ട് നിവാബിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ നോക്കി ഇതൊരു കുഞ്ഞ് എന്താ പറയുക, ഒരു അണ്ണാൻ്റെ മാതിരി ഇരിക്കുന്നു. പക്ഷെ സംഭവം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല ഉറക്കമാണ്. ഇവിടുത്തെ ഒട്ടുമിക്ക ജീവികളും തന്നെ നല്ല ഉറക്കമാണ്. പിന്നെ നിവാൻ ബേബിനെ അവിടെ നിന്ന് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞത് ഈ ഒരു കോഴിയാണ്. ഇത് ഏത് ഇനത്തിലാണ് കോഴിയാണെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കൂട്ടിൽ ഓടി ഓടി നടക്കുന്നുണ്ടായിരുന്നത്, പമ്മി നടക്കാണ്ട് കോഴികളൊക്കെ. പിന്നെ ഈ മരങ്ങളൊക്കെ നോക്കി ശരിക്കും ഒറിജിനലിനെ തോൽപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ മരങ്ങളൊക്കെ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ നോക്കി നമ്മുടെ തത്തമ്മയുണ്ട്, മക്കാവോയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്ത് ഭംഗിയാണ്. ഇപ്പോൾ നമുക്ക് മക്കാവിനെയൊക്കെ നമുക്ക് തോളിൽ വെച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ കേട്ടോ. ആ ഒരു സെക്ഷൻ വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ചുറ്റിക്കാണാണ്. പിന്നെ നമ്മൾ അതിനുശേഷം ചെന്നത് കുഞ്ഞിക്കിളികളുള്ളൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോഴേക്കും നോക്കി, ഇതും ആർട്ടിഫിഷ്യലായിട്ടുള്ള മരം തന്നെയാണ്. ഒറിജിനൽ തോൽപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ മരങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കിളികളെല്ലാം ഒറിജിനലായിട്ട് നോക്കി, കുഞ്ഞു കിളികൾ, നമ്മുടെ അടക്കാ കിളിയുടെ അത്രേ ഉള്ളൂ കേട്ടോ. എല്ലാം എന്ത് രസമായിട്ടിരിക്കുന്നത് കണ്ടോ, എല്ലാം അടിപൊളിയായിട്ടിരിക്കുന്നത്. ഈ കിളികൾക്കെല്ലാം നല്ല ജീവനുള്ള കിളികളുണ്ട്, ഒന്നും ആർട്ടിഫിഷ്യലല്ല, എല്ലാം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. വെള്ളം കുടിക്കാനും അത് ഇതിനൊക്കെ നിങ്ങൾ ഓടിച്ചാടിയൊക്കെ നടക്കണ്ടല്ലോ ഗൈസ്. അങ്ങനെ ഞാൻ ഈ കുഞ്ഞു കിളീനൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വരുന്ന സമയം കൊണ്ടുണ്ടല്ലോ, ഇതിന് ബാക്കിൽ തന്നെ ഇഗ്വാന ഇരിപ്പുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ച് പോയി കേട്ടോ, കാരണം ആ ഒരു കമ്പ് എൻ്റെ ബാക്കിൽ കൊണ്ടാണ്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ട് ഈ സംഭവം ഇങ്ങനെ തുറിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പേടിച്ചു പോയി. പിന്നെ നോക്കി കുഞ്ഞു കിളികളുണ്ടായിരുന്നു എൻ്റെ ബാക്കിൽ തന്നെ. ഇങ്ങനെ കൂട്ടിൽ കുറച്ച് മുട്ടകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഇത് എടുക്കുന്ന സമയത്ത് ഒരുപാട് കുഞ്ഞു കിളികൾ എൻ്റെ തലയുടെ മേലെ നിൽപ്പുണ്ട് കേട്ടോ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, വല്ല കാഷ്ടിച്ചിട്ടാലോ എന്ന് കരുതി ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. നിവാൻ ബേബി ആണെങ്കിൽ ഈ ഒരു
സെക്ഷനിൽ വന്നതിന് ശേഷം ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്താണ് പാമ്പിനെ കയ്യിലെടുക്കാവുന്നതും പിന്നെ നമ്മുടെ മക്കാവിനെയൊക്കെ കയ്യിലെടുത്ത് ഫോട്ടോ എടുക്കാവുന്ന ഒരു സെക്ഷനിലാണ് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. പിന്നെ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ നോക്കി എന്ത് അടിപൊളിയല്ല. അതിന് ചുറ്റിനും ഒരുപാട് പ്രാവുകളുണ്ട്, കിളികളൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളം കുടിക്കുന്ന ടൈപ്പിൽ. പിന്നെയെന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ നിവവി ഭയങ്കര കരച്ചിലായിരുന്നു. അവൻ ആ പാമ്പുകളൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ അവൻ നല്ല ശരിക്കും പേടിയായിട്ടോ. അങ്ങനെ പിന്നെ അവരവിടുന്ന് പോന്നു കേട്ടോ. അപ്പോൾ ഇത് നോക്കി, ഈ ഒരു തത്തമ്മനെ നോക്കി, ഇതെനിക്ക് തത്തമ്മയുടെ ഇനത്തിൽപ്പെട്ടത് തന്നെയാണെന്ന് തോന്നണം കേട്ടോ. എന്ത് രസമായിട്ട് ഇരിക്കുന്നില്ലേ, വെറൈറ്റി കളർ. ആ കളറൊക്കെ നോക്കി ഒരു 3-4 ഷെയ്ഡ് ഉണ്ടല്ലോ ഒരു തത്തമ്മയ്ക്ക്, നല്ല രസമുണ്ട്. പിന്നെ വേറൊരു കിളികളും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നിൽക്കുന്ന സമയത്താണ് ഇഗ്വാനനെ ഞാൻ വീണ്ടും കാണാൻ സാധിച്ചിട്ട് നോക്കി, നല്ല ശരിക്കും അടുത്ത് എനിക്ക് കാണാൻ സാധിച്ചു. മറ്റേ ഇഗ്വാനകൾക്ക് കൂട്ടിലായിരുന്നില്ല, ഇത് കണ്ടോ ഒരു കമ്പിലിരിക്കുന്ന ടൈപ്പ്. എന്ത് ശരിക്കും പറഞ്ഞാൽ തൊടണം എന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊന്നുമല്ല, ഇവിടെ ഞാൻ തനിച്ചാണ് നിൽക്കുന്നത്. കാരണം നിവാമ്പേബിയും പപ്പിയും അവിടെ നിന്ന് പോകുന്നു. അവർ ഈ ഒരു ഫിഷിൻ്റെ അടുത്താണ് വന്ന് നിൽക്കുന്നത്. കാരണം എന്താണെന്നറിയോ, നിവാമ്പേബിക്ക് ആ ഒരു സെക്ഷനിൽ വന്നപ്പോൾ നല്ല പേടിയായെന്ന് ഞാൻ പറഞ്ഞില്ല, അവർക്ക് ആ പാമ്പിനെയൊക്കെ കണ്ടിട്ട്. പിന്നെ ഇവിടെ നിന്ന് അവൻ തിരിച്ചു പോരുന്നുണ്ടായില്ല, അവൻ ആ മീനിൻ്റെ സെക്ഷനിൽ തന്നെ നിന്നാൽ മതി. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. കാരണം ഇവർ ഇല്ലാണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ അവരവിടെ ആക്കിയിട്ട് പിന്നെ തിരിച്ച് ഞാൻ വീണ്ടും അതിനകത്തോട്ട് ചെന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കാവിൻ്റെ അടുത്താണ് ഈ ഒരു ബേർഡ് എന്ന് പറയുന്നത്. നല്ല ശരിക്കും അത് ഒച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ പാമ്പിനെ നോക്കി, ഇത് വൈറ്റ് കളറാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അയാളുടെ കയ്യിലാണ് ഇരിക്കുന്നതെങ്കിൽ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു, എനിക്ക് തൊടണം എന്നുണ്ടായിരുന്നു, പിന്നെ എനിക്ക് കഴുത്തിൽ വയ്ക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം മാറ്റി മറിച്ച് നമ്മുടെ നിവാമ്പേബി. കാരണം അവന് പേടിയായി ഇതിനെ കണ്ടപ്പോൾ. പിന്നെ ഒട്ടുമിക്ക ആൾക്കാരും തന്നെ അതിനെ തൊടുന്നുണ്ടായിരുന്നു, ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞു മക്കളൊക്കെ അങ്ങനെ പാമ്പിനെ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്തോ അത് സാധിച്ചില്ല കേട്ടോ. ഈ ഒരു പാമ്പിനെ നോക്കിയത് തലയും പൊക്കി, ഇതിൻ്റെ നാവ് തന്നെ വൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ ശരിക്കും എനിക്കത് കാണാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ വളരെ കൂളായിട്ടാണ് ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. പിന്നെ ഈ ഒരു തത്തേനെ നോക്കി, ആ തത്തയുണ്ടല്ലോ ആ ചേച്ചീൻ്റെ മാലയൊക്കെ കടിച്ചു പറിക്കുമായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫോട്ടോയൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ പേടിയുണ്ടായിരുന്നു വല്ല കൊത്തിയാലോ. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ, അതൊക്കെ ഫുൾ ട്രെയിൻ ചെയ്തിട്ടുള്ള തത്തയൊക്കെ അല്ലേ. പിന്നെ ഈ പാമ്പിനെ നോക്കി ബ്ലാക്ക് കളറിലെ, ശരിക്കും നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ തോളിലൊക്കെ വയ്ക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ എന്തോ സാധിച്ചില്ല. അപ്പോൾ ഈ ഒരു പാമ്പിനെയും തത്തേനെയൊക്കെ കയ്യിൽ പിടിച്ച് ഫോട്ടോ എടുക്കുന്നതിനൊക്കെ 100 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. ഇപ്പോൾ തത്തേനെ എടുത്തില്ലെങ്കിലും പാമ്പിനായാലും 100 രൂപ എന്തായാലും നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിവാമ്പേബിനെ ഇവിടെ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിച്ചത് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ് ഇവിടെ കൂടുതലുള്ളത് കേട്ടോ. നമ്മൾ മിക്കി മൗസ്, ഡക്ക്, പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവിടെ കാണുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ആന, അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു സെക്ഷനിൽ വരാനാണ് കേട്ടോ. പക്ഷേ ഇതെന്ന് പറയുന്നത് 3ാമത്തെ പോർഷനിലാണ് ഈ ഒരു സംഭവം വരുന്നത് കേട്ടോ. സെൻറ്ററിലാണ് നമ്മുടെ ഈ പാമ്പൊക്കെ വരുന്നത്. അപ്പോൾ നിവാമ്പേബി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പിട്ട് പാമ്പിനെ കണ്ടുകൊണ്ടാണ് ഈ ഒരു സെക്ഷനിലേക്ക് വരാൻ പറ്റിയില്ല. അത് നോക്കി, ആനനെ നോക്കി, എന്ത് രസമായിട്ടിരിക്കുന്നല്ലേ. നമ്മുടെ കാർട്ടൂണിൽ കാണുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കി, ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന് ആനക്കൊട്ടനെ മനസ്സിൽ ചെറിയ ആൾക്കാരാണ് കേട്ടോ ഈ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇവർ സമ്മതിച്ചു കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇവരെ ഉച്ചയ്ക്ക് 2 മണി തൊട്ട് രാത്രി 9 മണി വരെ ഈ ഒരു ഡ്രസ്സിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു സാഡായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് പോന്നപ്പോഴേക്കും നോക്കി ഒരുപാട് ഭംഗിയുള്ള കൂടാരങ്ങളും പിന്നെ മത്സ്യം, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിൽ നോക്കി നമ്മുടെ ബട്ടർഫ്ലൈനെ നോക്കി, അത് ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള എന്ത് രസമാണ് ഇത് കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ കേട്ടോ. അതുപോലെയുള്ള നല്ല അടിപൊളിയായിട്ടാണ് ഇവർ ഓരോ സംഭവങ്ങളും ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നോക്കി ഈ ഒരു ഫിഷിനെ നോക്കി, എന്ത് വലിയ ഫിഷാണല്ലേ. പിന്നെ കൂടാരം പോലെയുണ്ട്, അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞുമക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതായിരിക്കും. കാരണം അവർ ടി വിയിൽ കാണുന്ന കാർട്ടൂൺ ക്യാരക്ടേഴ്സ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സെക്ഷൻ. ആനൻ്റെ തളപ്പ് നോക്കി, പിന്നെ അതിൽ ഇവിടെ ഒരുപാട് പാട്ടുകളൊക്കെ ഇവർ ഇട്ടിട്ടുണ്ട്, അതനുസരിച്ച് ഇവർ ഡാൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ പാട്ടൊന്നും എനിക്ക് ഇവിടെ കേൾപ്പിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് കോപ്പിറൈറ്റ് പോകുന്നതുകൊണ്ട് എനിക്ക് പാട്ടൊന്നും ഇവിടെ കേൾപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പോരുന്ന സമയത്ത് എനിക്ക് മിക്കി മൗസ് ടാറ്റയൊക്കെ തരുന്നുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ പെട്ടെന്ന് തന്നെ പോകുന്നു അവിടെ നിന്ന്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിവാമ്പേബിയും പപ്പയും ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്കൊരു സന്തോഷം ഉണ്ടായില്ല. ഞാൻ പിന്നെ എന്തായാലും അവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ എല്ലാം ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് ഗൈസ്.
അങ്ങനെ പുറത്തെത്തിയിട്ട് അപ്പോൾ നമ്മുടെ ഫാൻറ്റസി വേൾഡിൽ നിന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ കാറ് പാർക്ക് ചെയ്യിക്കുന്ന അവിടെ വന്നപ്പോഴേക്കും നമ്മുടെ നിവാൻ ബേബി ആണെങ്കിൽ കാറിലിരിക്കുകയാണ്. ഹെലികോപ്റ്ററും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവന് ശരിക്കും നല്ല പേടിയായതുകൊണ്ടാണ് അവൻ അങ്ങോട്ട് വരാഞ്ഞത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് വേറൊരു സ്ഥലത്തും കൂടെ നമ്മൾ പോയി കേട്ടോ. നമ്മൾ പോയത് നമ്മുടെ സുഭാഷ് പാർക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും ഫസ്റ്റ് നമ്മൾ കണ്ടത് നമ്മുടെ കൊക്കീനെയാണ്. നമ്മുടെ നിവാൻ ബേബി കൊക്കി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിവാൻ ബേബിക്ക് അത് കണ്ടപ്പോൾ കുറേ സമയം പിന്നെ നമ്മൾ അവിടെ നിന്നും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നടക്കുകയാണ് ഗൈസ്. കാരണം ഒരു 6:30 മണി സമയമായിട്ടുണ്ട് കേട്ടോ. 6:30 അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു വൈബാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. കണ്ട് നല്ല സൂര്യാസ്തമയത്തിൻ്റെ ഒരു സമയമൊക്കെ തന്നെയായിരുന്നു. പിന്നെ നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് നമ്മൾ അങ്ങനെ നടക്കുവാണ് ഗൈസ്. അപ്പോൾ ഹെലികോപ്റ്ററൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കപ്പലണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിന്നുകൊണ്ട് പപ്പയും മോനും കൂടി ഇങ്ങനെ നടക്കുകയാണ്. ശരിക്കും നമ്മൾ ഈ ഒരു പാർക്കിലൊക്കെ വരുമ്പോഴല്ലേ ഈ ഒരു സമയത്ത് തന്നെ വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ലൊരു വൈബാണ് ഈ ഒരു സമയം. അപ്പോൾ ഒരു സൂര്യാസ്തമയത്തിൻ്റെ ഒരു സമയം ആവാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കാണാനായിട്ട്. പിന്നെയെന്ന് പറയുന്നത് ഷിപ്പൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ടിട്ട് തന്നെ നിവാൻ ബേബിക്ക് ഇതൊക്കെ ഇങ്ങനെ ഇത്ര അടുത്ത് കാണുമ്പോഴുള്ള ഒരു സന്തോഷം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളൊരു ഹെലികോപ്റ്ററൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ അവിടെ വെച്ചിട്ട് ഒരുപാട് തവണ നമ്മളിങ്ങനെ ഓടിച്ചൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തും കേട്ടോ. നിവാൻ ബേബി ആണെങ്കിലും അവിടെ നിന്ന് വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നല്ല വിശാലമായിട്ടുള്ളൊരു പാർക്കല്ലേ. അപ്പോൾ ആണെങ്കിൽ ഹെലികോപ്റ്റർ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ പിന്നെ ഒരു കണക്കിന് അവിടെ നിന്ന് കൊണ്ടുവന്നപ്പോഴാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോരുന്ന സമയത്താണ് ഈ ഒരു പ്രാവിനെ നമ്മൾ കാണുന്നത് കേട്ടോ. ആ പ്രാവിനെ കണ്ടിട്ട് അവൻ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് കയ്യിൽ കപ്പലണ്ടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കൊടുക്കാനായിട്ട് അവൻ അവിടെ കയറ്റിയിരുത്തി കൊടുക്കണം എന്ന് അവൻ പപ്പനോട് പറയണ്ട. അവൻ ഒരുപാട് സമയം അവൻ വിളിക്കുന്നുണ്ട്, ബാബാ എന്ന് പറഞ്ഞിട്ട് പ്രാവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പ്രാവ് ഇവൻ അങ്ങോട്ട് ചെല്ലുന്നതും പ്രാവ് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. കാരണം അവന് കപ്പലണ്ടി ഇട്ട് കൊടുക്കാനാണ് ഈ പ്രാവിനെ വിളിക്കുന്നത്. പക്ഷെ പ്രാവ് വന്നില്ല കേട്ടോ. അത് കുറച്ച് അപ്പോൾ പപ്പയും കൂടെ വിളിക്കുന്നുണ്ട് വാ എന്ന് പറഞ്ഞിട്ട് പ്രാവ് വരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെ നിന്നു. പ്രാവും കൂടെ വരുവാണെങ്കിൽ അവിടെ നിന്ന് കളിക്കട്ടെ എന്ന് കരുതി. പക്ഷെ പ്രാവുകൂട്ടം വന്നില്ല. നമ്മൾ പിന്നെ അവനെ കുറച്ച് സമയം അവിടെ മേളിൽ കയറ്റി ഇരുത്തിയപ്പോഴേക്കും പ്രാവ് തനി അങ്ങ് പറന്നു പോയും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു കേട്ടോ. കാരണം സമയം കുറച്ച് ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ നമ്മൾ നടന്നപ്പോഴാണ് കുട്ടികളുടെ കളിക്കാൻ പറ്റുള്ള സംഭവങ്ങൾ കണ്ടപ്പോൾ അവനോട് കയറണമെന്ന് വെച്ചപ്പോൾ അവന് കയറണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം പോകുന്നു കേട്ടോ. കാരണം ആൾക്ക് ഒന്നിലും പിന്നെ കളിക്കാനുള്ള ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നടന്ന് പോകുന്നു കേട്ടോ. നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.